നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ പരീക്ഷകളെല്ലാം എഴുതാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഔദ്യോഗിക ചുമതലകൾ ഒരുപക്ഷെ ഏപ്രിൽ മാസം കഴിവോളവും അതിൻ്റെ ബാക്കി ഭാരം ചെയ്തു തീർക്കേണ്ടതായുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ആരാധനാലയ ദർശനം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളോ വിനോദയാത്രകൾ മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഇതിൻ്റെ വെളിച്ചത്തിൽ ചില വിഭാഗങ്ങളിൽ നിന്നെല്ലാം സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിറ്റുവരവുള്ള വിഭാഗം നിലനിർത്താനും വിപുലീകരിക്കുവാനുമുള്ളൊരു പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ തുടങ്ങി വയ്ക്കുവാനോ സാധ്യതയുണ്ട്. എന്നാൽ പണം മുതൽ മുടക്കുന്നത് ഒരുപക്ഷെ ജൂൺ മാസത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും ഇതിനൊരു തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടായിത്തീരും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന പല രേഖകളും തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ അച്ഛന് പലവിധത്തിലുള്ള അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി ദൂരദേശത്തുള്ളവർക്കോ വിദേശത്തുള്ളവർക്കൊക്കെ തന്നെ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പൊതുവെ ഈ ഒരു മാസത്തിൽ അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഉറക്കമൊഴിച്ചുള്ള വാഹന ഉപയോഗവും അസമയങ്ങളിലുള്ള യാത്രയും അസമയങ്ങളിലെ വാഹന ഉപയോഗമൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വളരെ കുറച്ച് ദിവസത്തെ അവധിക്ക് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇടവരുമെങ്കിൽ പോലും മേടമാസത്തിലൊന്നും ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കാത്തതിനാൽ ഒരുപക്ഷെ വരുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകളൊക്കെ ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കും. പലപ്പോഴും പ്രലോഭനങ്ങൾ പലതും ഒഴിവാക്കി ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം തന്നെ ആശ്വാസത്തോടുകൂടിയും സമാധാനത്തോടു കൂടിയതായുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാവസായികമായുള്ള മേഖലകളിൽ നടത്തി വരുന്ന പലർക്കും ഇനി മുതൽ അതിൽ നിന്നൊരു നേട്ടം വളരെ കുറയും, അല്ലെങ്കിൽ അധിക ചെലവ് വർദ്ധിച്ചു വരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിറ്റുവരവോ അല്ലെങ്കിൽ അതിന് ഒരു ലാഭശതമാനം വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിൽക്കാനൊരു താല്പര്യം ഉണ്ടാവുകയും അതിനുവേണ്ടി പരസ്യപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. ബന്ധുക്കൾക്കിടയിലുള്ള ആരോഗ്യത്തെ അതിജീവിക്കാനായിട്ട് മധ്യസ്ഥതയ്ക്ക് പോകുവാനും യുക്തിയുക്തം കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പകർച്ചവ്യാധിയെ അതിജീവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ 6-7 മാസമായിട്ട് പുതിയ ഭരണ സംവിധാനത്തിൻ്റെ ഒരു വിഭാഗം അവലംബിച്ചിരുന്നു. ഇനി മുതൽ പൂർണ്ണമായുള്ള രീതിയിൽ അവലംബിക്കാൻ ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പലപ്പോഴും ശുഭസൂചകങ്ങളായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാവുക മാത്രമല്ല, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പുതിയതായുള്ള പല കാര്യങ്ങളും ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ അവസരമുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഉന്നതരെ പരിചയപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. യാത്രാവേളകളിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. അവിചാരിതമായിട്ട് ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്.
അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ആധ്യാത്മിക ആത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് യാത്രകൾ ഉണ്ടാവുകയും അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കുറച്ച് ദേഹപരമായിട്ടുള്ള പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതിക്ക് അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. ഭരണപാടവം തെളിയിപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ ഉന്നത പദവിയിൽ നിയമിക്കുന്നത് വഴി കർമ്മമണ്ഡലങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ട്. ഈ ഒരു നില തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടുകൂടി പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ ഈ ഒരു മാസം ഏപ്രിൽ മാസത്തിൽ മിക്ക ദിവസങ്ങളിലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി സ്വല്പം സമാധാനക്കേട് കുടുംബാംഗങ്ങളിൽ നിന്നും വന്നു ചേരുവാനിടയുണ്ട്. ഇതെല്ലാം തന്നെ മെയ് മാസത്തിൽ പരിഹരിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് കഴിഞ്ഞ 1-2 മാസമായിട്ട് അനുകൂലമായിട്ടുള്ള വിളവെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ പുതിയ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാനും ഇടയുണ്ട്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഏപ്രിൽ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇനി മുതൽ ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുവാനൊരവസരത്തെ മിക്ക വിദ്യാർത്ഥികളും വിനിയോഗിക്കുവാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകളെ മാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാ പ്രകാരത്തിലും സഹായം ചെയ്യുവാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി സൽകീർത്തിയും ജനപ്രീതിയും ഉണ്ടാകും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും എല്ലാം തന്നെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്നത് വഴി ഒരുപക്ഷെ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുള്ളൂ. വേറെ ചിലർക്കൊക്കെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ ഗൃഹത്തിൽ എത്തിച്ചേരാൻ തക്കവണ്ണമുള്ളൊരു വളരെയധികം ദൂരയാത്രകൾ വേണ്ടി വരുവാൻ ഇടയുണ്ട്. സ്ഥിതിഗതികൾക്കനുസരിച്ച് കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് കൂടുതൽ പണം മുതൽ മുടക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കത്തക്ക വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. പൂർത്തീകരിച്ച ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം താമസിക്കുവാനായിട്ട് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് തയ്യാറാകുവാനിട വരും. കാർഷികമായുള്ള മേഖലകളിൽ പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനിടയുണ്ട്. ആത്മനിയന്ത്രണത്തോടുകൂടി ഏതൊരു കാര്യത്തെയും അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജാമ്യം നിൽക്കുക, പണം കടം കൊടുക്കുക മുതലായവയൊക്കെ തന്നെ ഈ മാസം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും കുടുംബാംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമാവുക മാത്രമല്ല പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കാൻ ഉപകരിക്കുന്ന വിധത്തിൽ അത് ഏറ്റെടുക്കുവാനും മനസ്സിലാക്കുവാനും അത് അവലംബിക്കുവാനും യോഗം കാണുന്നുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യതയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം ഉണ്ടായിത്തീരും. എന്നാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുകയായിരിക്കും നന്നാവുക. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം അപേക്ഷകൾ നൽകിയ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടവരും. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന സങ്കല്പത്തോടുകൂടി ആയിരിക്കാം പ്രവേശനം ലഭിക്കുവാൻ ഇടയുള്ളത്.
ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നതും ഏറ്റെടുക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടവരും. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാൻ ഒരു അനുമതി ലഭിക്കുവാനിടവരും. തണുപ്പുള്ള രാജ്യത്ത് നിന്നും മാറി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് മാറുവാനുള്ളൊരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും സൽകീർത്തിയും വന്നു ചേരുവാനിടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ടും വിപരീതമായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ലോക്യം കൂടുവാൻ അവസരമുണ്ടായിത്തീരുമെങ്കിൽ പോലും ചില കാര്യങ്ങൾക്കെല്ലാം തന്നെ പരിമിതികൾ നിശ്ചയിക്കേണ്ടതുമാണ്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും അവസരങ്ങളും വന്നു ചേർന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പുതിയതായിട്ടുള്ള ചില കായിക രംഗങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമമൊക്കെ തന്നെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിക്കും. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങളിലുള്ള ക്ഷയാവസ്ഥകൾ പരിഹരിക്കുവാൻ ആധുനിക സംവിധാനം അവലംബിക്കുകയും പുതിയതായുള്ള പ്രചരണ രീതികൾ അവലംബിക്കുവാനും സാധ്യത കാണുന്നു. മനസ്സിന് വിഷമമുണ്ടാകുന്ന പല മേഖലകളിൽ നിന്നുള്ള ആരോപണങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി ഈ ആരോപണങ്ങളെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് പോലും സാധ്യതയുണ്ട്. പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം ഉണ്ടായിത്തീരും. കരാർ ജോലികളിൽ നിന്നും ജൂൺ മാസം മുതൽ സാമ്പത്തികമായിട്ട് വരുമാന മാർഗമുണ്ടാകുന്നത് വഴി നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനായിട്ട് തുടക്കം കുറിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ വിസ്തൃതിയുള്ളൊരു ഗൃഹം വാങ്ങിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാൻ സാധ്യത കാണുന്നു. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭ തല ചർച്ചയിൽ യുക്തമായിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കുന്നത് വഴി ചിലരെല്ലാം തന്നെ പിന്മാറുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാനിടയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. നിശ്ചയദാർഢ്യത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമോദനങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അനന്ത സാധ്യതകളുള്ള ജോലിയെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ശാസ്ത്രീയ വശവും പ്രായോഗിക വശം ചിന്തിച്ചുകൊണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുന്നത് വഴി സമാധാനമുണ്ടാകും. ഏറ്റെടുത്ത ദൗത്യത്തിന് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിട വരും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി വിപുലീകരിക്കുന്നതിനെ പറ്റിയിട്ടോ ഉപശാഖകൾ മറ്റ് സ്ഥലങ്ങളിൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ടൊക്കെ പുനരാലോചിക്കാനിട വരുമെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഇതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഒരു ഏപ്രിൽ മാസത്തിലെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.